ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Bloomtasteandtips. വീഡിയോയിൽ ഇന്ന് ആസ്പരാഗസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു സ്റ്റിർ ഫ്രൈ ആയാലോ. ഒത്തിരി പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ആസ്പരാഗസ്. ഇതിന്റെ മുളയാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ്പരാഗസിന്റെ സ്പ്രൗട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ കട്ടിയുള്ള ഭാഗം ഭക്ഷ്യയോഗ്യം അല്ലാത്തതും നല്ല സോഫ്റ്റായ മുളയോടുകൂടിയുള്ള ഭാഗം ഭക്ഷ്യയോഗ്യവുമാണ്. അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഓരോന്നായിട്ട് ബെൻഡ് ചെയ്ത് മുറിച്ച് വേണം മാറ്റാനായിട്ട്. പിന്നെ അതുപോലെ അതിന്റെ മുള നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഇളക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ടെൻഡർ ആയിട്ടുള്ള ഭാഗം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റിർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് കനം കൂട്ടി വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പൊ ഒരു ബാച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് 2-3 തവണ നന്നായി കഴുകി വെള്ളം തോർത്തിയെടുക്കണം. അങ്ങനെ എല്ലാ ആസ്പരാഗസും മുറിച്ച് കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുകൂടെ ചേർത്ത് പൊട്ടിയതിന് ശേഷം കനം കുറച്ച് കട്ട് ചെയ്തെടുത്ത് ചെറിയ ഉള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3 വറ്റൽമുളക് 2ആയിട്ട് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും ചേർത്ത് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയതിനു ശേഷം ഇതോടൊപ്പം തന്നെ വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന ആസ്പരാഗസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയതിനു ശേഷം ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി കൊണ്ട് അടച്ച് ഏകദേശം 5 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇനി ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. ആസ്പരാഗസ് ഏകദേശം 1/4 വേവോളം ആയിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിലേക്ക് കുറച്ച് ജലാംശമുണ്ട്. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, തേങ്ങ തിരുമിയത് 3 ടേബിൾ സ്പൂൺ, ഇത്രയും നന്നായി ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തേങ്ങ ഇഷ്ടമില്ലാത്തവര് തേങ്ങ ചേർക്കണമെന്നില്ല. എല്ലാ ചേരുവകളും നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോ ഇതിലുള്ള ഈർപ്പവും മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ ആസ്പരാഗസ് കുക്ക് ചെയ്യുമ്പോഴും ഓവർ കുക്ക് ചെയ്യരുത്. അതിന്റെ ശരിയായ പരുവം എന്ന് പറയുന്നത് നല്ല ടെൻഡർ ആയിരിക്കും, ബ്രൈറ്റ് ഗ്രീൻ കളറും അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ആസ്പരാഗസ് സ്റ്റിർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോൾ ആസ്പരാഗസ് കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങളുടെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും ഗർഭസ്ഥാവസ്ഥയിൽ ആയിരിക്കുന്നവർക്കും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്